ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് ഡേ 28 ആണ്. നമ്മുടെ ചാലഞ്ച് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെയാണ് നമ്മൾ മുമ്പിൽ 2 ദിവസമേ ഉള്ളൂ കേട്ടോ ബാക്കി. അപ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചിരിക്കുകയാണ്. വെയിറ്റ് ഒന്നും അറിയാഞ്ഞിട്ട് കേട്ടോ. എനിക്ക് വെയിറ്റ് നോക്കാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. വെയിറ്റ് നോക്കണം എന്നാട്ടോ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ 2 ദിവസം കൂടെ അല്ലേ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്ന് നോമ്പ് നോൽക്കാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ ഇനിയിപ്പോൾ 2 നോമ്പും കൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 o'clock ആയപ്പോൾ എഴുന്നേറ്റു. പക്ഷേ ഇന്ന് ഭയങ്കരമായിട്ട് പണി കിട്ടിയിട്ടോ. നമ്മുടെ ഗ്യാസ് തീർന്നു പോയി. അപ്പം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇതാ ഞാൻ ഒരു ഗ്ലാസ് ചുടുവെള്ളം, നമ്മൾ ഫ്ലാസ്കിൽ വെള്ളം എടുത്ത് വെക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചുടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനിതാ നമ്മൾ ആപ്പിൾ സൈഡർ വിനാഗർ ഉണ്ടല്ലോ, അതൊരു 2 മൂടി, അതിൻ്റെ അടപ്പിന് 2 മൂടി എടുത്തിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാട്ടോ കുടിച്ചത്. അപ്പോൾ അത് ഞാൻ സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നല്ല ലൈറ്റ് ചൂടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ പ്ലെയിനായിട്ട് കുടിക്കാനും പറ്റില്ല, നമ്മൾ സ്ട്രോ വെച്ചിട്ടൊക്കെ വേണം കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ സ്ട്രോ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ കുടിച്ചത്. അതിന് ശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഓട്സിൻ്റെ സ്മൂത്തിയാണ് ഇന്ന് ഞാൻ കഴിച്ചത് കേട്ടോ. അപ്പം ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഓട്സ് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും അതിലേക്ക് ഒരു റോബസ്റ്റയും കൂടി ആഡ് ചെയ്തിട്ടാട്ടോ ഈ സ്മൂത്തി ഉണ്ടാക്കിയത്. അപ്പോൾ അത് എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിച്ച് കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് വാക്കിങ്ങിനൊന്നും പോയിട്ടില്ല, കാരണം ഭയങ്കര ഹെഡേക്ക് കിട്ടുക. തലേ ദിവസം ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഭയങ്കര ഹെഡേക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങി. ഒന്ന് സൺഡേയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അസിമോക്ക് മദ്രസ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 7 o'clock ആയപ്പോൾ പിന്നെ എഴുന്നേറ്റത് കേട്ടോ. അപ്പോൾ ഏതായാലും അവളെ എഴുന്നേൽപ്പിച്ച് അവൾക്ക് മദ്രസയിൽ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അവൾ ഇന്ന് പോകുന്നതിന് മുമ്പ് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, കാരണം ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ പറഞ്ഞപ്പം ആൾ കുളിക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ, നിർബന്ധിച്ചിട്ട് കുളിക്കുന്നില്ല. അപ്പോൾ ഭയങ്കര തണുപ്പുമാണ്. അപ്പോൾ പിന്നെ ഞാൻ വല്ലാണ്ട് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മദ്രസ വിട്ട് വന്നതിന് ശേഷമാണ് ആൾ കുളിച്ചതൊക്കെ. അപ്പോൾ ഏതായാലും ആളെ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നു കേട്ടോ. പിന്നെ ഗ്യാസ് തീർന്നുകൊണ്ട് തന്നെ ആളിങ്ങനെ അവൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടതെന്ന് വെച്ചാൽ ആൾ പറയുന്നത് ഉണ്ടാക്കി കൊടുക്കട്ടെ ചെയ്യൽ, എന്നാലേ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഗ്യാസിൽ തീർന്നുകൊണ്ട് തന്നെ ആളോട് ഞാനത് ചോദിക്കാനേ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ തലേ ദിവസം വൈകുന്നേരം ഉണ്ടാക്കിയ പൂരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും ഓരോന്ന് പറഞ്ഞിട്ട് പൂരിയൊക്കെ കൊടുത്തിട്ട് ആളെ മദ്രസയിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇന്ന് ഞാൻ എനിക്ക് ഒരുപാട് മുറ്റം അടിച്ചു വരാണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം ഞാൻ നമ്മൾ ഫ്രണ്ട് ഭാഗവും നമ്മൾ ജസ്റ്റ് നമ്മൾ യൂസ് ആക്കുന്ന ഭാഗങ്ങൾ മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഫ്രണ്ടിലൊരു ഭാഗമുണ്ട് നമ്മൾ യൂസ് ആക്കാത്തൊരു ഏരിയ, അവിടെയും പിന്നെ അതേപോലെ ബാക്കിലും ഒരു യൂസ് ആക്കാത്ത ഏരിയ ഉണ്ട്. അവിടെ ഞാൻ ഇങ്ങനെ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാട്ടോ അടിച്ചു തരാം. കാരണം നമ്മൾ ഈ ഭാഗത്ത് നിറയെ തേക്കും അതേപോലെ ഫ്ലാവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിറയെ ഇല വീണെടുക്കും കേട്ടോ. ഭയങ്കര വൃത്തികേടായി കിടക്കും. അപ്പോൾ അതിങ്ങനെ 2 ദിവസം കൂടുമ്പോൾ അടിച്ചു തരിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒരുപാട് ലോഡായി പോകട്ടോ. അപ്പോൾ ഏതായാലും ഇനി ഞാൻ അതൊക്കെ അടിച്ചു വരാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയത് തന്നെയാണ് കേട്ടോ. എന്തായാലും ഒന്ന് വാക്കിങ്ങിനൊന്നും പോയിട്ടുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ അടിച്ച് സെറ്റാക്കാൻ വിചാരിച്ചേ. അപ്പോൾ ഏതായാലും നമ്മൾ അവിടെയൊക്കെ നല്ലപോലെ തൂത്തുവാരി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബേബീസ് എഴുന്നേറ്റിട്ടില്ല. പിന്നെ ഉമ്മ അവിടെ നനക്കാൻ വേണ്ടിയിട്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ സൈഡിൽ നനക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ ബേബീസ് എഴുന്നേറ്റു കേട്ടോ. പിന്നെ ഞാനിതാ നമ്മൾ ബേബീസിന് കുറുക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് സെറ്റാക്കിയത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ഇതാ അനുബേബിക്ക് ഈ കോപ്പ ഒന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ബേബി തട്ടിയെടുക്കുമോ എന്നുള്ള പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആളെ കൈ കിട്ടിയപ്പോൾ ആൾ ഓക്കെ ആയിട്ടോ. അപ്പോൾ അതിനിതാ നമ്മൾ ബേബി ഇവിടെ തെറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെയൊക്കെ സോപ്പൊക്കെ ഇട്ടിട്ട് ആളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് നല്ല പോലെ വിശന്നിട്ട് 2 പേർക്കും. പിന്നെ ആണെങ്കിൽ ഞാൻ ഈ കുറുക്ക് കൊടുത്തിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട്. മോർണിംഗ് ഞാൻ പറഞ്ഞല്ലോ കൂടുതലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഏതായാലും നമുക്ക് ഗ്യാസ് തീർന്നുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതന്നെ ഈ കുറുക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പേരും വലിയ മടിയൊന്നും ഇല്ലാതെ ഈ കുറുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അവരെ പിന്നാലെ നടന്ന് അതൊക്കെ കൊടുത്ത് വന്നപ്പോഴത്തേക്കും സമയം ഏകദേശം 10 മണി 10:30 ആയിട്ടോ. അത് കഴിഞ്ഞ് അവർക്ക് പിന്നെ ഒരു വാശിയും കുറുമ്പൊക്കെ ആയിരുന്നു. പിന്നെ അവരെ സോപ്പിട്ട് കുറച്ച് സമയം അവരെ കൂടെ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ ലേറ്റായിട്ടോ. ഞാൻ ഇന്ന് പെട്ടെന്ന് പണിയൊക്കെ തീർക്കണം വിചാരിച്ചാണ്. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കണം എന്നൊക്കെ ബേബീസിന് ഭയങ്കര കുറുമ്പ് വാശിയൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് കുറച്ചധികം നേരം വൈകി. പിന്നെ ഉപ്പെന്തോ മുട്ടായൊക്കെ കൊണ്ടുവന്നപ്പോഴാണ് കേട്ടോ ആൾക്കാർ അതും ഒന്ന് വിട്ടുമാറിയത്. അപ്പോൾ അതാ അന്നു ബേബി അവിടെ എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. സോഫയിലൊക്കെ കയറി സ്ഥിരം മെയിനായിട്ടുള്ള പരിപാടി കേട്ടോ. ഇപ്പോൾ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ടേബിളിലോ സോഫയിലോ ഒക്കെ കയറി മറിയായിട്ട് ചെയ്യുക. ജനലിൽ ഒക്കെ നമ്മൾ കണ്ണ് തെറ്റാൻ പറ്റില്ല കേട്ടോ ഇവിടെ. അപ്പോൾ 2 പേരും കൂടി ഒരുമിച്ചുണ്ടാകുമ്പോഴാട്ടോ പേടി. കാരണം ഈ ടേബിളിലൊക്കെ കയറി ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഉന്തിയാലൊക്കെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുന്നൊക്കെ ശീലമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര സീനാണ്. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഉൾഭാഗം ഫുള്ള് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 കിച്ചണും കൂടെ ഉണ്ട് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അതിന് വന്നപ്പോഴാട്ടോ ഞാൻ ഈ ഒരു ഫ്രിഡ്ജ് കുറേ ദിവസമായി 2 ദിവസമായി ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യണം വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ തവണയും ഞാൻ വീട്ടിൽ പോയി നിന്ന് വരുന്ന ആ സമയത്താണ് ഈ ഫ്രിഡ്ജ് സ്റ്റോർ റൂമൊക്കെ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഞാൻ നനച്ചുള്ളിയൊക്കെ അല്ലേ വിചാരിച്ചിട്ട് ഞാൻ അത് കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാൻ വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ കണ്ടിട്ട് അത്ര അങ്ങോട്ട് സഹിക്കണില്ല കേട്ടോ. ഫ്രിഡ്ജ് തുറക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ടൊരു എന്തൊക്കെയോ തോന്നുക. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കാം കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ കുറേ സമയമായിട്ടുണ്ട്. ഏകദേശം ലോഹർ ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ടേന് കേട്ടോ. എന്നാലും വേണ്ടിയില്ല, എന്നിപ്പോൾ ഇതേപോലെ തന്നെ അല്ലേ വിചാരിച്ചിട്ട് ഞാൻ അതും ചെയ്യാമെന്ന് വെച്ചിട്ട് മുന്നിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഏതായാലും സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം അതൊക്കെ മാറ്റി വെച്ച് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മൾ ഫയലൊക്കെ ഇട്ടിട്ട് ഉള്ളൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടോ. എന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ സാധനങ്ങളൊക്കെ പിന്നെ ഞാൻ അവിടെ മാറ്റി വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ നല്ലപോലെ ഹൈക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ അതിൽ വീണിട്ടൊക്കെ നല്ലപോലെ ഹൈക്കുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഉൾഭാഗമൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ സാധനങ്ങളൊക്കെ ഇതാ വാഷ് ചെയ്ത് ഇവിടെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതാ ഈ ഒരു ഇതിലേക്ക് മാറ്റി വെച്ചേക്കാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ ബേബീസിനെ ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കേട്ടോ ഫ്രഷ് ആക്കിയത്. കാരണം ഞാനില്ലാണ്ട് അവരെ ഉറക്കിയിട്ടുണ്ടെങ്കിൽ അവരെ ഉറക്ക് പെട്ടെന്ന് തീരും കേട്ടോ. പിന്നെ നമുക്കൊന്നും റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അവരെ ഞാൻ 2 പേരെയും ഫ്രഷ് ആക്കിയത്. അപ്പോഴേക്കും ആൾക്കാർ കുറച്ച് ഫയറായിട്ടൊക്കെ തുടങ്ങി കേട്ടോ. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ ചോറ് ഇപ്പോൾ ഞാൻ കഞ്ഞി അങ്ങനെ വല്ലാണ്ട് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുക. അപ്പോൾ ഞാനിത് അവർക്ക് 2 പേർക്കും ചോറൊക്കെ കൊടുത്തിട്ട് ഉറക്കാമെന്ന് കരുതി നിൽക്കട്ടോ. എന്നിട്ട് വേണം എനിക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ചെയ്യാൻ നിന്നാൽ ബേബീസ് ഫുൾ ഫയർ ആവും കരുതിയിട്ട് അതിന് മുമ്പ് തന്നെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഏതായാലും ചോറിന് ഇന്നിപ്പോൾ ഞാൻ അവർക്ക് ചിക്കൻ കറിയിൽ ഈ ഒരു കിഴങ്ങുണ്ടല്ലോ അത് പുഴുങ്ങിയെടുത്തേക്ക് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉമ്മാനെ ഏൽപ്പിച്ചിട്ടോ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കൊടുത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ വാഷിംഗ് മെഷീനിലുള്ളതൊക്കെ സെറ്റാക്കി വന്നിട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ ബേബീസിനെ ഉറക്കിയിട്ടാട്ടോ ഇതൊക്കെ തോരയിടാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് തോരയിടാൻ വേണ്ടിയിട്ട് നല്ല പോലെ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഭാഗത്ത് നല്ല വെയിലാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിക്കോളൂ കേട്ടോ. അതൊക്കെ തോരട്ട് ഞാനും അസിമോൾ ഇതാ ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അസിമോൾ ഞാൻ ക്യാമറ എടുക്കുന്നത് കണ്ടപ്പം ഉള്ള ആറ്റിറ്റ്യൂഡാണ് കേട്ടോ ആളത്. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞു ഉമ്മച്ചി ക്യാമറ എടുക്കുക, ഞാൻ പോസ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആളെന്നെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് ഇങ്ങനെ കോമളിയൊക്കെ കേട്ടിട്ടോ. പിന്നെ ഞാനും അസിമോളും ഒന്ന് ചെറുതായിട്ട് കിടന്നുറങ്ങി, ബേബീസ് ഉറങ്ങാനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ
അസറൊക്കെ നിസ്കരിച്ചിട്ടാട്ടോ ഉറങ്ങിയത്. പിന്നെ കുറച്ച് സമയം ഉറങ്ങാലോ എന്ന് കരുതിയിട്ട് പിന്നെ ഫ്രിഡ്ജിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. അതിന് ശേഷം ഞാൻ സഫോളയുടെ ഓട്സ് ആട്ടോ യൂസാക്കൽ. അപ്പം ഞാൻ ഇതുവരെ യൂസാക്കിയ ഓട്സ് കഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസാക്കുന്ന ഓട്സ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സ്മൂത്തി ഉണ്ടാക്കാൻ തന്നെയാണ് കേട്ടോ പ്ലാന്. അപ്പോൾ ഞാൻ ഉമ്മയും എൻ്റെ കൂടെ നോമ്പ് നോറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ഒരു ഗ്ലാസ് സ്മൂത്തി ഉണ്ടാക്കി, എനിക്ക് ഒരു ഗ്ലാസ് സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് നട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് അപ്പോൾ ഇടയിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. പിന്നെ എനിക്ക് ക്യാരറ്റ് ഇങ്ങനെ ഈ പച്ചയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ കുറച്ച് ഭംഗിക്കൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ. സാധാ നോർമൽ വാട്ടറിലാണ് നോമ്പ് തുറന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ സ്മൂത്തിയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് എനിക്കും ഉമ്മാക്കും കൂടെ ഉള്ള കേട്ടോ. അത് ഫുള്ളൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കപ്പയും ചിക്കൻ കറിയും കേട്ടോ കഴിച്ചത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്യാസ് തീർന്നുകൊണ്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാണ് കേട്ടോ ഞാൻ കഴിച്ചത്. കപ്പ കഴിക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ ഇതാണ് ഇന്ന് കഴിച്ചത്. അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ അസിമോളായിട്ടുള്ള യുദ്ധമാണ്. അവളെ പഠിക്കലും അതിൻ്റെ ഇടയിൽ നമ്മളെ ബേബീസൊക്കെ നമ്മളെ വീട് ആകെ മൊത്തത്തിൽ മറിച്ചിടും കേട്ടോ. എന്തൊക്കെ സാധനങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ ഡൈനിങ് ഹാളിൽ നന്നായിട്ട് വിശാലമായിട്ട് പരത്തിയിട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇവളെ പഠിപ്പിക്കാനൊന്നും അയക്കൂല. എന്നാലും വരും കേട്ടോ, ഇടയ്ക്ക് വന്നിട്ട് ടാബിളിൽ കയറാനും ബുക്കിനും പെൻസിലൊക്കെ കരച്ചിലും പിടിച്ചിലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും അസിമോളും കൂടെ ഒന്നിച്ചിട്ട് കേട്ടോ ഈ റൂമും ഡൈനിങ് ഹാളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. കാരണം നമ്മൾ ബേബീസ് ബുക്ക് ബാഗ് അസിമോളെ ബാഗൊക്കെ അവരുടെ കസ്റ്റഡിയിലാണ്. ഒക്കെ വലിച്ച് വാരി ടോയ്സൊക്കെ റൂമിലും ഹാളിലൊക്കെ പരത്തിയിട്ടേക്കുക കേട്ടോ. ഇതൊക്കെ ഇനിയിപ്പോൾ വാരി എടുത്ത് വെക്കുമ്പോഴത്തേക്കും സമയം ഒരുപാടാവും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഞങ്ങൾ കിടക്കട്ടോ. അപ്പോൾ അതിനിടയിൽ അസിമോളെ പഠിക്കലും കാര്യങ്ങളും പിന്നെ ഇടയിൽ എൻ്റെ ഓത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സമയത്തൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കും കേട്ടോ. അസിമോള് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ഒരു സമയം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പായതുകൊണ്ട് എനിക്ക് 3 ലിറ്റർ വെള്ളം കംപ്ലീറ്റ് ആക്കി കുടിക്കാനൊന്നും പറ്റാറില്ല. ഒരു 2 ലിറ്ററൊക്കെ ഞാൻ മാക്സിമം എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബേബീസിന് ഫുഡ് കൊടുക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് കഞ്ഞി പോയി ഞാൻ ഒരുപാട് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാക്സിമം ട്രൈ ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ 3 പേർക്കും കൂടി ഒരുമിച്ചിട്ട് ഇങ്ങനെ ഫുഡ് കൊടുക്കും കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ അസിമോൾ കഴിക്കണത് കാണുമ്പോൾ മറ്റാൾക്കാരും കഴിക്കും. അപ്പോൾ ഞാൻ നൈറ്റിൽ ഇങ്ങനെ സീറ്റ് ഔട്ടൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇങ്ങനെ ചെറിയ ഡിം ലൈറ്റ് ഉണ്ടല്ലോ അതിടും കേട്ടോ. അപ്പോൾ ആ ലൈറ്റ് ഇടുമ്പോൾ നമ്മൾ പുറത്തിങ്ങനെ മിന്നാമിന്നൊക്കെ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഓരോ ബടായിയൊക്കെ പറഞ്ഞിട്ടോ കൊടുക്കുക. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ കുറേയൊക്കെ കഴിക്കൂട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുക ഇങ്ങനെ ഇതാവുമ്പോൾ എനിക്ക് 3 പേർക്കും ഒരുപോലെ ഫുഡ് കൊടുക്കാൻ കഴിയുമല്ലോ എന്ന് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ ക്ലീനിങ്ങും ആ ബേബീസിനെ ഫ്രഷ് ആക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ വർക്കൗട്ടിൻ്റെ ടൈമാണ് കേട്ടോ. ഞാൻ പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 1 അവർ വർക്കൗട്ട് എടുക്കും. അപ്പോൾ ഏതായാലും നമ്മൾ വർക്കൗട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.